നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സീനിയർ കമാൻഡറും സിറിയ ലെബനൻ സൈനിക നീക്കങ്ങളുടെ ചുമതലക്കാരനുമായ സയ്യിദ് റസ മൗസവിയാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിലാണ് റസ മൗസവി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡമാസ്കസ് ഗ്രാമപ്രദേശത്തുള്ള സെറ്റ് സൈനപ്പ് പ്രദേശത്ത് വൻ സ്ഫോടന ശബ്ദം കേട്ടതായി ജെറുസലം പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിരവധി നാളുകളായി ഡമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഈ മേഖലയിൽ ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് സിറിയ നീക്കങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ വിമാനത്താവളത്തിന് സമീപം വലിയ രീതിയിൽ മഞ്ഞ് ഉയർന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചില വീഡിയോകളിൽ പറയുന്നു. സയ്യിദ് റസ മൗസവിയുടെ മരണം ഇറാനിയൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബ്രോഡ്കാസ്റ്റർ പ്രസ് TV സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറിയയിലെ ഉന്നത ഉപദേശകൻ കൊല്ലപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2020 ജാനുവരിയിൽ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖുദ്സ് ഫോഴ്സിന്റെ മുൻ തലവൻ ഖാസി സുലൈമാനിയുടെ അടുത്ത കൂട്ടുകാരനാണ് മൗസവെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. സുലൈമാനിക്ക് ശേഷം ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടിരുന്ന കൊലപാതകമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ മൗസവിയുടെ മരണത്തെ വിശേഷിപ്പിച്ചത്. അതേസമയം മൗസവിയുടെ കൊലപാതകത്തിൽ കടുത്ത പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. മൗസവിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊള്ളക്കാരും ക്രൂരന്മാരുമായ സയൻസ് ഭരണകൂടം ഈ കൊലപാതകത്തിനായി വലിയ തുക മുടക്കിയെന്ന് നിസ്സംശയം പറയാമെന്നാണ് ഇറാന്റെ വാദം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് ഇക്കാര്യം പറഞ്ഞത്. മൗസവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രസ് TVയിൽ വായിച്ച പ്രസ്താവനയിലൂടെയാണ് ഇറാൻ പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയത്. സയ്യിദ് റസ മൗസവിയുടെ കൊലപാതകത്തിലൂടെ അധിനിവേശ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നിരാശയും നിസ്സഹായതയും കഴിവില്ലായ്മയുമാണ് വ്യക്തമാക്കുന്നതെന്ന് ഇബ്രാഹിം റൈസി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം തങ്ങളുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങളും അതിന്റെ വ്യാപ്തിയും ശത്രു കരുതുന്നതിനേക്കാൾ അപ്പുറമാണെന്നും ഹൂതികൾ പ്രതികരിച്ചു. പലസ്തീൻ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് യമനെ പിന്തിരിപ്പിക്കാനാണ് സയനിസ്റ്റ് അമേരിക്കൻ സഖ്യ നീക്കം. എന്നാൽ യമൻ സുരക്ഷാ സേന കണ്ടെത്തുന്നവ അല്ലാത്ത എല്ലാ കപ്പലുകൾക്കും ബാബ് അൽ മന്ദബ് കടലിടുക്ക് സുരക്ഷിതമാണെന്നും അവർ അറിയിച്ചു. ഇതിനിടെ ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തി. ഒക്ടോബർ 6 സ്ഥിതിയിലേക്ക് പോകാൻ ലെബനാൻ അനുവദിക്കില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തും, ബന്ദികളെ തിരികെ എത്തിക്കുമെന്നും യുദ്ധകാര്യ മന്ത്രിസഭാ അംഗം ബെന്നി ഗാൻസ് പറഞ്ഞു. ബന്ദികളുടെ കൈമാറ്റത്തിന് പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി ബെന്നി ഗാൻസ് ബന്ധുക്കളെ അറിയിച്ചതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത മുൻനിർത്തി ഇസ്രായേൽ തയ്യാറെടുപ്പ് ആരംഭിച്ചതായി സൈന്യത്തെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസ നിവാസികളെ പുറന്തള്ളാൻ പദ്ധതിക്ക് രൂപം നൽകിയെന്ന് നെതന്യാഹു ലിക്കുഡ് പാർട്ടി യോഗത്തിൽ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അഭയാർത്ഥികൾ എന്ന നിലയ്ക്ക് ഇവരെ ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് രാജ്യങ്ങൾ ഏതെന്ന് ചർച്ച ചെയ്തു വരുന്നതായി നെതന്യാഹു യോഗത്തെ അറിയിച്ചു.